ഗൈസ് അങ്ങനെ നമ്മൾ ടയർ വഴി എടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്ക് സെറ്റ് ചെയ്യാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. പോണത്തെ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഫുള്ളൊന്ന് അഴിച്ചു വന്നിട്ട് സെറ്റ് ചെയ്യാൻ പോയി. ഭയങ്കര സൗണ്ടൊക്കെ അവിടെ നിന്ന് കേട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടോണെങ്കിൽ ചാനലായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് സൈഡ് കാണാൻ ബെല്ലേക്കൂടെ എന്നെ ഇവിടെ വെച്ചേക്ക് വീഡിയോയിടുക. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചെയിൻ്റെ തന്നെ അവിടെ തന്നെ തുടങ്ങാം. നമ്മൾ അന്ന് മാറി ബുഷായിരുന്നു. അപ്പോൾ ഇത് തേഞ്ഞ് തീർന്ന് ഇപ്പോൾ പിന്നെ സൗണ്ട് ഒക്കെ നടന്നിട്ടുണ്ട്. കുട്ടി ഒരു ഭാരമായിട്ടിരിക്കും വേണ്ട. അപ്പോൾ ആദ്യമേ അത് നമുക്ക് മാറാം ഗൈസ്. ഇതിപ്പോൾ നമുക്കിനി ഈ ട്യൂബ് അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിലായിട്ട് ചെയ്യണം. ഇവിടെ തൊട്ട് ഇങ്ങനെ ഒക്കെ ഒറ്റക്കുള്ള കാരണം വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അപ്പം എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് മുകളിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വെക്കണം. ഇച്ചിരി വള്ളിയത് എന്തായാലും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ വെക്കട്ടെ. നമ്മൾ ട്രൈപ്പോഡിലെ വീഡിയോ എടുക്കുന്നത്, പക്ഷേ ഒരു പൊസിഷൻ കിട്ടാൻ കറക്റ്റ്. നമ്മൾ ഒഴിക്കാൻ പോകുന്ന കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക്. ഇത് 55 രൂപയുടെ പാക്കറ്റാണ്. കയ്യരുന്ന് വീഴാൻ നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഒട്ടണതാണ്. മുകളിൽ കൂടെ വെച്ചെടുക്കുക. ആദ്യം ഒഴിച്ച ദിവസം എന്ന് പറയാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ടയറായിട്ടോ ഈ ചെയിൻ ബോക്സൊക്കെ ഉള്ള കാരണം വള്ളിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് നടക്കൽ. ഏകദേശം അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ അടിക്കാൻ നേരത്ത് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇനി ഏകദേശം അടി കുറഞ്ഞ് കിട്ടും. നമ്മൾ നേരത്തെ സൈക്കിൾ ട്യൂബ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഇട്ടായിരുന്നു. ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ബ്ലേഡ് വേണം. ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം. നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. അത് ഏകദേശം നമ്മൾ അതിൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതൊട്ടിച്ച കൂട്ടത്തിൽ ഈ അക്രോടെ മാറി SC കൂടെ വെച്ചിട്ടുണ്ട്. അക്രോ വെച്ചിട്ട് എനിക്കങ്ങനെ സൗണ്ട് പിടിക്കണില്ല. എയറിലേക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ കുഴപ്പമില്ല. സൗണ്ട് നല്ല നീറ്റ് സൗണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പരിപാടി കണ്ടിട്ടുണ്ട്. നമുക്കിനി ഡിസ്ക് ഒന്ന് മാറണം. ഡിസ്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസ് ആയിട്ട് ഊരാൻ അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ഊരി നോക്കാം ഗീസ്. അപ്പോൾ നമ്മൾ അണ്ടർവെല്ലി ലൈറ്റ് ഇട്ട് പണത്ത് കയ്യിലൊക്കെ മൊത്തം പശയായി. ഇതുണ്ട്, ഫുള്ള് പശയായി ഗീസ്. അപ്പോൾ നമുക്ക് ഡിസ്ക് സെറ്റ് ചെയ്യാം. കാരണം ഡിസ്ക് നമ്മളെ പുതിയൊന്നുമല്ല, യൂസ്ഡാണ്. നമ്മുടെ മറ്റേ കൊടുത്ത NS ഇല്ല, മറ്റേ NS സെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡ്യുവൽ ഡിസ്ക് കയറ്റാൻ വേണ്ടി വെച്ചിരുന്ന ഡിസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്ക് ഫുള്ള് തീർന്നിരിക്കും. കയറ്റാം. അതായത് സാധനം ഒന്ന് അഴിച്ചു നോക്കട്ടെ. അഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. അഴിച്ചു നോക്കട്ടെ എന്തായാലും ഗൈസ്. അങ്ങനെ നമ്മൾ ടയർ വഴി എടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു വെക്കാൻ പറ്റിയ കൊള്ളാർത്ത്. നമ്മൾ ഈ ഡിസ്ക് ആലോചിച്ച് ഈ ഡിസ്ക് വെക്കാൻ പോയി. എന്തായാലും വെച്ചിട്ട് വരാം ഗൈസ്.
നമ്മളൊന്ന് എല്ലാം കിട്ട് ഊരാൻ നോക്കി ഇത് എന്താ ഒടിഞ്ഞു പോയി ഉണ്ടാല. എന്തായാലും ഡിസ്ക് മാറ്റട്ടെ. ഊരിയിട്ടുണ്ട്. ഇതുണ്ടോ ബ്ലേഡ് പോലെ ഇരിക്കണം ഈ സാധനം. വെയിറ്റ് ഡിഫറൻസ് തന്നെ അറിയിക്കണം. അങ്ങനെ നമ്മളെ ഈ സാമാനം ഓടിഞ്ഞു പോയി. ഇതുണ്ട ഇതിൻ്റെ തോതിരിപ്പുണ്ട്. ഇനി അത് തെറ്റാൻ പറ്റുമെന്തോ ടയർ ഊരിയിട്ടേക്ക്. എന്തായാലും നോക്കട്ടെ ഗൈസ്. അപ്പം എന്തായാലും മൂഞ്ചിട്ടുണ്ട്. ടയർ സെറ്റ് ചെയ്യാൻ പറ്റണല്ലോ. അതിൻ്റെ അകത്തോട്ട് കയറണല്ല. എന്തായാലും ബ്രേക്ക് പാഡ് ഊരി വെച്ച് നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാം. ഇനി അതേ നടക്കത്തുള്ളൂ. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഗൈസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.